ക്രൈസ്തവ വിശ്വാസികൾ വലിയ ആഴ്ചയിലേക്ക് അഥവാ വിശുദ്ധ വാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. വലിയ ആഴ്ച എന്ന് പറയാനുള്ള പ്രധാന കാരണം ഈ സമയത്താണ് രക്ഷാകര രഹസ്യങ്ങളുടെ പൂർത്തീകരണം സംഭവിച്ചത് എന്നുള്ളത് കൊണ്ടാണ്. അതായത് യേശുവിൻ്റെ ജെറൂസലേം പ്രവേശനം, അവിടുത്തെ വിചാരണ, കുറ്റം വിധിക്കൽ, പെസഹ ആചരണം, ദുഃഖവെള്ളി, ഉയർപ്പ് തിരുനാൾ, ഇതെല്ലാം വലിയ ആഴ്ചയിൽ അരങ്ങേറിയ മഹത്തായ രക്ഷയുടെ രഹസ്യങ്ങളാണ്. വലിയ ആഴ്ച ആരംഭിക്കുന്നത് യേശുവിൻ്റെ ആഘോഷപൂർവകമായ ജെറൂസലേം പ്രവേശനത്തിലൂടെയാണ്. ജെറൂസലേം രാഷ്ട്രീയമായും രക്ഷാകരമായും വളരെ നിർണായകമായ ഒരു സ്ഥലമാണ്. ജെറൂസലേം ദാവീദിൻ്റെ പട്ടണമാണ്. അത് സമാധാനത്തിൻ്റെ നഗരമാണ്. അത് മതജീവിതത്തിൻ്റെ കേന്ദ്രമാണ്. യഹൂദരെ സംബന്ധിച്ചിടത്തോളം ഒരേ ഒരു ദേവാലയമാണുള്ളത്, അത് ജെറൂസലത്തായിരുന്നു. മറ്റെല്ലാ ഇടങ്ങളിലുമുള്ളത് പ്രാർത്ഥനാലയങ്ങളാണ്. സിനഗോഗ് എന്ന പേരിലാണ് അതറിയപ്പെട്ടിരുന്നത്. പ്രായപൂർത്തിയായ എല്ലാ യഹൂദരും അവരെവിടെ ജീവിക്കുന്നവരായാലും ആണ്ടുവട്ടത്തിൽ 2-3 പ്രാവശ്യം ജെറൂസലേം ദേവാലയത്തിൽ എത്തണമെന്നുണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് പെസഹ തിരുനാളായിരുന്നു. ഈ പെസഹ തിരുനാളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് യേശുവും ശിഷ്യന്മാരും ജെറൂസലത്തേക്ക് വരുന്നത്. യേശുവിൻ്റെ രക്ഷാകര ജോലി ആരംഭിച്ചത് ഗലീലയിലായിരുന്നു. എന്നാൽ അത് പൂർത്തിയാകേണ്ടിയിരുന്നത് ജെറൂസലത്തും. അതുകൊണ്ടാണ് ശിഷ്യരെ കൂട്ടി യേശു ജെറൂസലത്തേക്ക് യാത്രയായത്. പെസഹ ആചരണത്തിനു വേണ്ടി 2000 വർഷം മുൻപ് യേശുവും ശിഷ്യന്മാരും ജെറൂസലത്തേക്ക് ആഘോഷമായി പ്രവേശിച്ചതിൻ്റെ ഓർമ്മയാചരണമാണ് ഓശാന ഞായറായിട്ട് ആഘോഷിക്കുന്നത്. പെസഹ ആചരിക്കുന്നവരെല്ലാവരും ജെറൂസലേം നഗര പരിധിക്കുള്ളിൽ പാർക്കണമെന്ന പരമ്പരാഗതമായൊരു നിയമമുണ്ടായിരുന്നു. അതിൻ പ്രകാരമാണ് യേശുവും ശിഷ്യന്മാരും ബെത്ഫഗയിൽ എത്തിയത്. അവിടെ നിന്നാണ് ജെറൂസലത്തേക്ക് യാത്രയായത്. ബെത്ഫഗ എന്ന വാക്കിൻ്റെ അർത്ഥം അത്തിയുടെ ഭവനമെന്നാണ്. ബെത്ഫഗയിലും ബഥാനിയായിലും ധാരാളം അത്തിമരത്തോട്ടങ്ങൾ ഉണ്ടായിരുന്നതായിട്ടാണ് ചരിത്രം പറയുന്നത്. അത്തിമരത്തിൻ്റെ ഭവനത്തിലെത്തിയ കർത്താവായ യേശു തൻ്റെ ശിഷ്യന്മാരിൽ 2 പേരെ അടുത്ത ഗ്രാമത്തിലേക്ക് പറഞ്ഞയക്കുകയാണ്. ആ ഗ്രാമത്തിൽ കെട്ടിയിരുന്ന കഴുതയെയും കഴുതക്കുട്ടിയെയും ചോദിച്ചു വാങ്ങി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അവരെ പറഞ്ഞയച്ചത്. 2 പേരെ പറഞ്ഞയച്ചു എന്നുള്ളത് യാദൃച്ഛികമായ ഒരു പദപ്രയോഗമായിട്ടല്ല കരുതേണ്ടത്. അത് ബൈബിളിൽ മറ്റ് സന്ദർഭങ്ങളിലും കാണുന്ന ഒരു പ്രയോഗമാണ്. ഈശോ തൻ്റെ ശിഷ്യന്മാരിൽ ഈ 2 പേരെയാണ് പ്രേക്ഷിത പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് അയക്കുന്നതായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. സുവിശേഷ വിവരണത്തിൽ നിന്ന് മനസ്സിലാവുക, നേരത്തെ യേശു പറഞ്ഞ് ഉറപ്പിച്ച പ്രകാരമാണ് ശിഷ്യന്മാരെ പറഞ്ഞയക്കുന്നത് എന്നാണ്. അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. അതിൻ്റെ ചരിത്ര പശ്ചാത്തലം മനസ്സിലാകുമ്പോൾ കാര്യം വ്യക്തമാകും. അതായത് പെസഹ തിരുനാളിന് സാധനങ്ങൾ കൊണ്ടുപോകുവാൻ പ്രദേശവാസികളായ വിശ്വാസികൾ തങ്ങളുടെ കഴുതകളെ ഒരുക്കി നിർത്തുകയും ആവശ്യപ്പെടുന്നവർക്കത് സൗജന്യമായി നൽകുകയും ചെയ്തിരുന്ന ഒരു പതിവുണ്ടായിരുന്നു. അതറിയാമായിരുന്ന യേശുവാണ് അങ്ങനെ സന്നദ്ധതയുണ്ടായിരുന്ന ഒരാളുടെ പക്കലേക്ക് ശിഷ്യന്മാരെ അയച്ചത്.
ശിഷ്യന്മാര് കാര്യം പറഞ്ഞു. കഴുതയെയും കഴുതക്കുട്ടിയെയും വിട്ടുകെട്ടി. ആ കഴുതക്കുട്ടിയുടെ പുറത്തിരുന്നാണ് കർത്താവായ യേശു യെരൂശലത്തേക്ക് പ്രവേശിച്ചത്. കഴുത സമാധാനത്തിൻ്റെ ഉപകരണമായിട്ടാണ് കരുതപ്പെട്ടിരുന്നത്. കുതിരയാകട്ടെ യുദ്ധത്തിൻ്റെ ശക്തിയുടെ അടയാളമായും പരിഗണിക്കപ്പെട്ടിരുന്നു. യെരൂശലം സമാധാനത്തിൻ്റെ നഗരമാണെന്ന് പറഞ്ഞുവല്ലോ. കർത്താവായ യേശുവാകട്ടെ സമാധാനത്തിൻ്റെ രാജാവുമാണ്. രാജാവ് സഞ്ചരിക്കുന്നതോ സമാധാനത്തിൻ്റെ വാഹനമെന്ന് പറയാവുന്ന കഴുതപ്പുറത്താണ്. കഴുത എളിമയുടെയും വിനയത്തിൻ്റെയും അതുപോലെ തന്നെ വിധേയത്വത്തിൻ്റെയും പ്രതീകമാണ്. യേശുവിൻ്റെ സ്വഭാവം അങ്ങനെയായിരുന്നു. അത് ആളുകൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടി കൂടിയാകണം കഴുതപ്പുറത്ത് വിനീതനായി സമാധാന രാജാവ് സമാധാനത്തിൻ്റെ പട്ടണമായ ജെറൂസലത്തേക്ക് ഔദ്യോഗികമായും ആഘോഷമായും കടന്നു വന്നത്. യേശു ജെറൂസലത്തേക്ക് പ്രവേശിച്ചപ്പോൾ അത് കണ്ടു നിന്നിരുന്നവരും കൂടെ പോയവരും മരച്ചില്ലുകൾ വെട്ടി യേശുവിനെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയുണ്ടായി. മരച്ചില്ലുകൾ ലഭിക്കാത്തവരാണ് തങ്ങളുടെ വസ്ത്രങ്ങൾ നിലത്ത് വിരിച്ച് തങ്ങളുടെ ആഹ്ലാദം പ്രകടമാക്കിയത്. കർത്താവിന് സ്വാഗതമാണ് അവർ നൽകിയത്. വലിയ ഒരു ജനക്കൂട്ടവും അവരുണ്ടാക്കിയ ആരവവും കർത്താവിൻ്റെ ജെറൂസല പ്രവേശനത്തെ ശ്രദ്ധേയമാക്കി. ജനം മുഴുവന് ഇളകി വശായി എന്നാണ് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ജനം ഇളകി വശായി എന്നുള്ള പ്രയോഗം മറ്റൊരു സന്ദർഭത്തിലും നമ്മൾ കാണുന്നുണ്ട്. കർത്താവായ യേശു ബെത്ലഹേമിലെ പുൽത്തൊഴുത്തിൽ പിറന്നപ്പോൾ യേശുവിനെ കാണാനും വന്ദിക്കാനും കാഴ്ച സമർപ്പിക്കുവാനുമായി 3 രാജാക്കന്മാര് എത്തിച്ചേർന്നുവല്ലോ. അവര് കർത്താവ് എവിടെയാണ് പിറന്നത് എന്നറിയാൻ വേണ്ടി രാജാവിൻ്റെ കൊട്ടാരത്തിലെത്തി. പിറന്ന സമയം ഈ ജ്ഞാനികള് രാജാവിനെ അറിയിക്കുകയാണ്. രാജാവ് കൊട്ടാര സദസ്സ് വിളിച്ചുകൂട്ടി ഇക്കാര്യം പറഞ്ഞു. കേട്ടവരെല്ലാം അതേക്കുറിച്ച് അതിശയിക്കുകയും ജനം മുഴുവന് ഇളകി വശാവുകയും ചെയ്തു എന്നാണ് അവിടെ വായിക്കുന്നത്. അതായത് കർത്താവിൻ്റെ 2 സാന്നിധ്യങ്ങൾ ഈ ലോകത്തിലേക്ക് കടന്നു വന്ന ആ സമയവും ബലി പൂർത്തിയാക്കാൻ വേണ്ടി ജെറൂസലത്തേക്ക് പ്രവേശിച്ച ഈ വേളയും ജനങ്ങളെ വലിയ തോതിൽ സ്വാധീനിച്ചുവെന്നാണ്. ജെറൂസലം നിവാസികൾ കടന്നു വരുന്ന കർത്താവിനെ കണ്ട് ഹോസാന പാടുകയാണ്. ഹോസാന എന്ന വാക്കിൻ്റെ അർത്ഥം നാഥാ ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണ്. അതിൻ്റെ സൂചന എന്താണ്? രക്ഷ പ്രതീക്ഷിച്ച് കാത്തിരുന്ന ഒരു ജനസമൂഹമായിരുന്നു അത് എന്നാണ്. അവര് പ്രതീക്ഷിച്ചത് നിത്യജീവൻ എന്ന രക്ഷയാണോ, അവരനുഭവിച്ചിരുന്ന രാഷ്ട്രീയ അടിമത്വത്തിൽ നിന്നുള്ള വിമോചനമായിരുന്നുവോ എന്ന് വ്യക്തമല്ല. എങ്കിലും പ്രതീകാത്മകമായി നമുക്കിന്ന് പറയാൻ കഴിയുന്നത് അവരുടെ അന്തരാത്മാവിൽ അവരനുഭവിച്ചിരുന്ന രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ദാഹത്തെയാണത് സൂചിപ്പിക്കുന്നത് എന്നാണ്. 2000 വർഷങ്ങൾക്ക് മുൻപ് മാത്രമല്ല, എല്ലാ കാലത്തും രക്ഷയ്ക്ക് വേണ്ടിയും രക്ഷകന് വേണ്ടിയിട്ടുമുള്ള ദാഹവും അന്വേഷണവും മനുഷ്യനിൽ ഉണ്ട്. യഥാർത്ഥ രക്ഷ എന്തെന്നും ആ രക്ഷ നൽകാൻ കഴിയുന്ന വ്യക്തി ആര് എന്നും തിരിച്ചറിയാതെ പലരും രക്ഷിക്കുമെന്ന് കരുതി പല സങ്കേതങ്ങളിലേക്കും ചെന്നുപെടുകയും ശിക്ഷിക്കപ്പെടുകയും നശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. രക്ഷയ്ക്ക് ഒരേ ഒരു വഴിയേയുള്ളൂ. അത് കർത്താവായ യേശു ചൂണ്ടിക്കാണിച്ച വഴിയാണ്. യേശുവാണ് ഏക രക്ഷകൻ എന്നാണ് ക്രൈസ്തവരുടെ ഉത്തമമായ ബോധ്യം. അതുകൊണ്ട് ഈ വലിയ ആഴ്ചയിൽ
ക്രൈസ്തവ വിശ്വാസികൾ എല്ലാവരും ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും യഥാർത്ഥ രക്ഷകനായ കർത്താവായ യേശുവിനോടാണ്. കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം: നാഥ, ഞങ്ങളെയും രക്ഷിക്കണമേ, എല്ലാവിധ ആപത്തുകളിൽ നിന്നും രക്ഷിക്കണമേ, ഭൗതികതയുടെ കെടുതികളിൽ നിന്ന് രക്ഷിക്കണമേ, ജഡികതയിൽ നിന്ന് രക്ഷിക്കണമേ, നിത്യജീവന്റെ സമ്മാനത്തിനായി ഞങ്ങളെ രക്ഷിക്കണമേ.